വെയിറ്റ് ഇപ്പൊ വരാട്ടോ. ചേട്ടാ ചേട്ടാ, എന്റെ ഭർത്താവ് ഇങ്ങോട്ട് വന്നു. ഇവിടെ ഒരുപാട് പേരുടെ ഭർത്താക്കന്മാരുണ്ട്. അതിലേതാ നിങ്ങളുടെ ഭർത്താവ്? അപ്പൊ എന്നെയും കനകേട്ടനെ അറിയില്ലല്ലേ? ഇല്ല. രാജാപാട്ട് കനകാംബരൻ എന്ന പ്രശസ്ത നാടക നടനെ അറിഞ്ഞുകൂടാത്തവർ ആരെങ്കിലും ഉണ്ടോ? പിന്നെ ഈ ഞാൻ 2 സ്റ്റേറ്റ് അവാർഡ് നേടിയ മാർത്താണ്ഡം ഭാരതി. ഞാൻ സീരിയൽ കാണാറില്ല. ഇനി പറ, ശ്രീരാമചന്ദ്രനെ പോലൊരാളിങ്ങോട്ട് വന്നോ? ആ, രാജാവാണെന്നും പറഞ്ഞൊരാള് അല്പം മുമ്പ് ഇങ്ങോട്ട് വന്നിരുന്നു. ഓ, എന്നത് തന്നെ എന്റെ കനകേട്ടൻ. വേഗം ചെല്ല്, അപ്പുറത്ത് കെട്ടിയിട്ടിട്ടുണ്ട്. ചതിച്ചല്ലോ ദൈവമേ. കനകേട്ടാ, യോ എന്റെ കനകേട്ട, എന്ത് പറ്റി കനകേട്ടാ? നിങ്ങൾക്ക് ആരാ ഇത്? വലിയ ശല്യമായല്ലോ. ഏതാ സ്ത്രീ? എന്റെ ഭാര്യ. നീ ഇവിടുത്തെ നേഴ്സാ? തമാശകളോ? എന്തോ ഈ കുട്ടി ഏതാ? കനകേട്ടാ വേണ്ട കേട്ടോ, അഭിനയൊക്കെ തട്ടേലും മതി. മര്യാദയ്ക്ക് വാ, പോവാ. ഞാനിപ്പോ ഒരു ഭ്രാന്തനാ, എനിക്ക് നിങ്ങൾ അറിയില്ല. ഡോക്ടർ പ്ലീസ് എന്നെ ചങ്ങലക്കിടൂ. ഇല്ല കേട്ടോ ഡോക്ടറെ, കനകേട്ടൻ വെറുതെ അഭിനയിക്കുന്നതാ. നല്ല ഒന്നാന്തരം നടനല്ലേ ഇത്? വെറുതെ വേഷം കെട്ടില്ല. ഡോക്ടറെ ഒന്ന് അഴിച്ചു വിടാൻ പറ. അതിനു മുമ്പ് 7 ചട്ടിയുടെ പണം കിട്ടണം. ജട്ടിയോ? ഇവിടുന്ന് തുണിക്കച്ചവടം ഉണ്ടോ? ചട്ടിയല്ല, ചട്ടി, പൂച്ചട്ടി. ഇയാള് പൊട്ടിച്ചതാ. എത്രയാ? ഞാൻ തരാം. 750. 750? അതെന്നാ സ്വർണം പൂശിയതാണോ? 600 തരാം. ശരി ശരി. താങ്ക്സ്. അയ്യോ കഷ്ടം, എന്റെ പൊന്നു ഡോക്ടറെ, പേഴ്സ് മാറിപ്പോയി. ഞാൻ ചെക്ക് തരാം. അത് കൊണ്ടുവന്നിട്ടുണ്ടോ? അതും കൊണ്ടുവന്നിട്ടില്ല. ഞാൻ നാളെ തന്നെ കൊടുത്തുവിടാം. പ്ലീസ് ഡോക്ടർ. പാവങ്ങളെ പറഞ്ഞു. ശരി. ആ, സ്ഥലം കളിയാക്കാൻ നോക്ക്. താങ്ക്സ്. അഴിച്ചു വിട്ടേക്ക്. ശരി. നാടക ആർട്ടിസ്റ്റുകളാ, എന്തോ സാമ്പത്തിക പ്രശ്നമാണ്. വാ പോവാം. ഞാനെങ്ങും വരുന്നില്ല. കനകേട്ടാ, വെറുതെ എന്നെ കൊണ്ട് ദേഷ്യം പിടിപ്പിക്കാതെ വാ. ഭാരതി പലിശക്കാരുടെ ഇടികൊള്ള എന്നെ കൊണ്ട് വയ്യ. അവരെയൊക്കെ ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടുണ്ട്. മോളെ തൊട്ട് സത്യം ചെയ്യും. മമ്മൂട്ടിയാണ് സത്യം. നീ വന്ന് ഓട്ടോല. അപ്പൊ ഇതാര് കൊടുക്കും? ആ ഡോക്ടർ കാണാതെ ഞാൻ ഒളിപ്പിച്ചു വെച്ചതാ. ഓ, ഭയങ്കര പുള്ളി തന്നെ. വാ കേറ്. എത്രയായി? 150. ആ നോട്ട് കഥ വേണ്ട, ഞാൻ കൊടുത്തോളാം. 500 ആണ്. അതിനെന്താ, ബാക്കി തരും. അയാൾ തരും, പക്ഷെ എന്റെ കൈ കിട്ടൂല. എന്ത് പണ്ടാണ് ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. എനിക്ക് ഇപ്പൊ അറിയണം, ഈ വീട്ടിലെ ഭർത്താവ് ഞാനോ അതോ നീയോ? വൈകാതെ ഭർത്താവ് വേഷം ഞാൻ തന്നെ കെട്ടേണ്ടി വരും. വാ മോളെ. ഒരു വരി ചൊറിയുന്ന വർത്താനം പറഞ്ഞോണ്ടല്ലോ. ഇതെന്താണ് ബ്ലേഡുകാരുടെ സംസ്ഥാന സമ്മേളനം? വീട് പൂട്ടിനു അകത്തേറി ഒളിച്ചിരുന്നതാ. ഞങ്ങൾക്കറിയാം നീ വന്ന് പെടുള്ളു. മര്യാദക്ക് കാശ് ഇല്ല, നിക്കില്ല. കൊള്ളില്ലടാ, തൊലി പ്രൂഫാ. എന്തിനാ നീ ഓടുന്നത്? അടുത്ത ഒളിമ്പിക്സിന് ഇന്ത്യക്ക് വേണ്ടി ഓടുന്നത് ഞാനാ. അതിനുള്ള റിഹേഴ്സലാ. ഇതാ എന്റെ ഒരു കാര്യം. കാശ് വയ്ക്കാൻ വരുമ്പോഴൊക്കെ തമാശ പറഞ്ഞ് നമ്മളെ ചിരിപ്പിച്ചളയും. ഇത്തവണ ചിരിപ്പിച്ച് രക്ഷപ്പെടാൻ ഭാരതി, പറ്റ പൊക്കിഞ്ഞെടുത്തേ. അപ്പൊ ഇന്ന് കിട്ടും. അവറാച്ചൻ ചേട്ടന്റെ ടോട്ടൽ എത്രയാ? മുതലും പലിശയും ചേർത്ത് 38,800. റൗണ്ടാക്കി പറഞ്ഞതല്ലേ, കള്ളൻ കൃത്യമായിട്ടില്ലേ നോക്ക്. വളരെ ഉപകാരം. എത്രയാണ് ചെട്ടിയാരെ? 72,000. കൃത്യമില്ലേ നോക്കിയോ. സന്തോഷം. എന്റെ കണക്ക് പിന്നെ കൃത്യമായിട്ട് കാണുമല്ലോ. ഒരു ചില്ലിക്കാശ് പോലും ഇതുവരെ തന്നിട്ടില്ല. അറിയാം, അതുകൊണ്ടല്ലേ ബോൾഡ് ആയിട്ട് എഴുതിയിരിക്കുന്നത് 19,999. ഹാപ്പി അല്ലേ? പിന്നെ ഈ പാവപ്പെട്ട പെൻഡിങ് ആണ്. അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ കണ്ണപ്പ? പലിശ 10% ആയതുകൊണ്ട് ചുവന്ന മഷി കൊണ്ട് എഴുതിയിട്ടില്ലേ? ഇതാ നോക്ക്. അപ്പൊ എല്ലാവർക്കും സമാധാനമായല്ലോ. എന്നാ കാണാം. ഡബിൾ ഓക്കെ. നിക്ക്. അല്ല, നമ്മള് വന്നത് പണവും പലിശയും വാങ്ങാനല്ലേ? അതെ. എന്നിട്ട് കിട്ടിയോ? ഇല്ല. പിന്നെ എന്തിനാ നമ്മള് പോണത്? എനിക്കറിയില്ല. അമ്പട കനക.